എന്റെ ക്യാബിനകത്ത് എന്നെ കാണാൻ വന്നത് ആരോ ആയിക്കോട്ടെ, എന്റെ ബന്ധുവോ പരിചയക്കാരനോ ആരോ ആയിക്കോട്ടെ, അവരെ തടയാനും വഴക്ക് പറയാനും ഈ മുറിയിൽ നിന്നും ഇറക്കി വിടാനും ജോൺ ആരാ അധികാരം തന്നത്? ഞാൻ തന്നിട്ടുണ്ടോ? അതല്ലാതെ എന്റെ തലയ്ക്ക് മുകളിൽ നിന്നും അങ്ങനെ ഒരു ഓർഡർ ജോണിന് വന്നിട്ടുണ്ടോ? ഞാൻ ജോണിനോട് ചോദിക്കുന്നേ. ഇല്ല. പിന്നെ എന്തർത്ഥത്തിലാ ജോൺ എന്റെ ക്യാബിനിൽ കയറി എന്നെ കാണാൻ വന്ന എന്റെ ചേച്ചിയെ ഹരാസ് ചെയ്തത്? അതിനാരാ ജോണിന് അധികാരം തന്നത്? മാഡം, എനിക്കറിയില്ലായിരുന്നു അത് മാഡത്തിന്റെ ചേച്ചിയായിരുന്നു. മാത്രമല്ല, വേഷവിധാനങ്ങൾ കണ്ടിട്ട് തലയ്ക്ക് സുഖമില്ലാത്ത സ്ത്രീയാണെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. മാഡത്തിന്റെ ഓഫീസ് ഉപകരണങ്ങളെല്ലാം നശിപ്പിക്കുമെന്ന് ഓർത്താ ഞാൻ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്. ഓ, കറ തീർന്ന ആത്മാർത്ഥത, ഉത്തരവാദിത്വം, ജോലിയോടുള്ള കൂറ്, പിന്നൊരു വാക്കുണ്ടല്ലോ, അർപ്പണബോധമുള്ളവര്. അതിനും മേലെ പോയാ മറ്റൊരു പേര് കൂടി വിളിക്കാം, ജോലി ഭ്രാന്തന്മാർ, വർക്കഹോളിക്സ്. ഇതിലേത് പേരിട്ട് ഞാൻ ജോണിനെ വിളിക്കണം? മാഡം, നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയാ ഞാനിതിൽ ഇടപെട്ടത്. അത് മാഡത്തിന് ബുദ്ധിമുട്ടായെങ്കിൽ ക്ഷമിക്കണം. ഐ ആം എക്സ്ട്രീംലി സോറി. സോറി. നേരത്തെ പറഞ്ഞതില് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ ജോണേ. അനു പറഞ്ഞതല്ലേ അതെന്റെ ചേച്ചിയാണെന്ന്. എന്നിട്ട് അതൊന്നും വകവെക്കാതെ സുഖമില്ലാതെ വന്നു കയറിയ എന്റെ ചേച്ചിയെ മനഃപൂർവ്വം വഴക്ക് പറയല്ലായിരുന്നോ? മാഡം ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാ ഇത്രയൊക്കെ ഒപ്പിച്ചു വെച്ച ജോണിനോട് പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം? ഇനി ഇങ്ങനെയൊന്നും ആവർത്തിക്കരുതെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇതല്ല, ഇതിന്റെ അപ്പുറവും ജോൺ ചെയ്യും. ജോൺ ഇത് വീണ്ടും ആവർത്തിക്കും. അത് ഒരിക്കലും മാറില്ല. ജോണിന്റെ ജനസ് അത്തരത്തിലുള്ളതായിപ്പോയി. അതിന് മാറ്റാനും പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ സ്നേഹത്തോടെ പറയാ, യു ക്യാൻ ഗോ പ്ലീസ്. എടോ, പുറത്തു പോവാൻ. പാവം ചേച്ചിയെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല. മോളെ നഷ്ടപ്പെട്ട മാനസികാവസ്ഥ എനിക്ക് ഊഹിക്കാൻ കഴിയും. പറഞ്ഞോളൂ മാഡം. റസാഖ്, ചേച്ചിയുടെ കുഞ്ഞ് മിസ്സിംഗ് ആണെന്നുള്ള കാര്യം റസാഖിന് അറിയാവുന്നതല്ലേ? അറിയാം മാഡം. ഇവിടെ ഇപ്പൊ കളക്ടറേറ്റില് കുഞ്ഞിനെ തിരക്കി ശാരിയേച്ചി വന്നിരുന്നു. ഞാനില്ലായിരുന്നു. ചേച്ചിയുടെ മെന്റൽ കണ്ടീഷൻ അല്പം വീക്കാണ്. ഇവിടെ നിന്ന് ഇറങ്ങി എങ്ങോട്ടാ പോയിരിക്കുന്നൊന്നും അറിയില്ല. ഇതൊരു സ്പെഷ്യൽ കേസാക്കി റസാഖ് ഒന്ന് അന്വേഷിക്കണം. തീർച്ചയായും മാഡം. മാഡത്തിന്റെ ചേച്ചിയുടെ ഫോട്ടോസും ഡീറ്റെയിൽസും ഒന്ന് മെസ്സേജ് ചെയ്തേക്കണം. ഇപ്പൊ തന്നെ എല്ലാ സ്റ്റേഷനിലേക്കും വിവരം പാസ് ചെയ്തേക്കാം. പിങ്ക് പോലീസിനും വിവരം ഫോർവേഡ് ചെയ്യാം. എത്രയും പെട്ടെന്ന് ചേച്ചിയെ കണ്ടെത്താനുള്ള എല്ലാ മാർഗങ്ങളും നോക്കാം. താങ്ക് യു.